അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇനി യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ വയറ് ഫുള്ളായി. അപ്പോൾ ഞങ്ങൾ യാത്രയിലോട്ട് തുടങ്ങുവാണ്. അപ്പോൾ വീണ്ടും തമിഴ്നാട്. അപ്പോൾ ഫ്രണ്ട്സ്, അച്ചൻകോവിൽ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് എല്ലാം ഇറങ്ങി ഫുഡും ഒക്കെ കഴിച്ച് ഞങ്ങളെ യാത്രാ മധ്യയിലാണ് കേട്ടോ. അപ്പോൾ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ റോഡ് സൈഡിൽ തന്നെ കുറേ പക്ഷികൾ ഇങ്ങനെ പറന്ന് ഇങ്ങനെ നടക്കും. അത് കണ്ടപ്പോൾ രസം തോന്നി. ഞങ്ങളെല്ലാവരും വണ്ടി ഒന്ന് സൈഡിലോട്ട് ഒതുക്കി ഞങ്ങളെല്ലാവരും ഇറങ്ങി അതിനടുത്തോട്ട് ചെന്നു കേട്ടോ. അടുത്തോട്ട് ചെന്നപ്പോൾ കുറേ പക്ഷികൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്നു. ചിത്രശലഭം പോലും ഉണ്ട്, പക്ഷേ അതെല്ലാം പച്ച കളറാണ്. പക്ഷെ നല്ല രസമുണ്ട്. അടുത്തോട്ട് പോയി ഫോട്ടോ എടുക്കാനെ കൊണ്ടും വീഡിയോ എടുക്കാനെ കൊണ്ട് ചെന്നപ്പോഴത്തേന് അതെല്ലാം കൂടെ അങ്ങ് പറന്നുപോയി. അപ്പം വെള്ളം കുറവായതുകൊണ്ട് കാണാൻ വലുതായിട്ട് ഭംഗിയൊന്നും ഇല്ല കേട്ടോ. എങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ടു. കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്ന് നല്ല രസമാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല കിളികളുടെ സൗണ്ടും ചീവീടിൻ്റെ സൗണ്ടും ഒക്കെ കേട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. പക്ഷേ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വലിയ ഒരു മല കയറി ഇറങ്ങണം. കയറി ഇറങ്ങിയാൽ മാത്രമേ, ഒരു ചുരം പോലാണ്, കയറി ഇറങ്ങിയാൽ മാത്രമേ നമ്മൾ തമിഴ്നാട്ടിലെത്തത്തുള്ളൂ. അപ്പം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മല കയറാൻ പോവുകയാണ്. ഏകദേശം ഒരു 15-20 കിലോമീറ്ററോളം ഹൈ റേഞ്ച് ഭാഗമാണ്. അതിങ്ങനെ ചുറ്റി കയറി പോകണം. അപ്പം നമുക്ക് പ്രകൃതി സൗന്ദര്യമൊക്കെ കണ്ട് ഇങ്ങനെ യാത്രാ മധ്യയിലാണ്. അപ്പം നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ഫ്രണ്ട് അപ്പോൾ നമ്മൾ ചുരമൊക്കെ കയറി മുകളിലെത്തി കേട്ടോ. മുകളിൽ നിന്നും ഏകദേശം കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ തമിഴ്നാട് തുടങ്ങും കേട്ടോ. ഇവിടെ ബോർഡറാണ് കേട്ടോ, തമിഴ്നാടിൻ്റെ ബോർഡറാണ്. അപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ ബോർഡറൊക്കെ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി. ഇവിടം തൊട്ട് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഇവിടം തൊട്ട് അങ്ങോട്ട് നല്ലൊരു ഇറക്കമാണ് കേട്ടോ. ആ ഇറക്കം കഴിയുമ്പോഴാണ് നമ്മൾ പ്രകൃതിയുടെ ഒരു വല്ലാത്ത ഒരു സൗന്ദര്യം തന്നെയാണ് നമുക്ക് കാണാനിരിക്കുന്നത്. നമുക്കത് കാണാം. ഏതാനും നിമിഷക്കകം ആ പ്രകൃതി സൗന്ദര്യം വരുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മൾ തമിഴ്നാട്ടിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ കുറേ മ്യൂസിയങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഈ പോകുന്ന സൈഡിലെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് കയറി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, വെള്ളത്തിൻ്റെ ഒരു ചെറിയ കുറവുണ്ട്. അരുവികളും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ പോയത് ഉണക്ക സമയമായിരുന്നു. വിഷു ആ കാലഘട്ടത്തിലാണ് നമ്മൾ പോയത്. പക്ഷേ ആ സമയത്തൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളമൊക്കെ കുറവ് കാരണം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ തമിഴ്നാടിൻ്റെ ഏകദേശം നമ്മുടെ താഴ്വാരത്തിലോട്ട് ഇറങ്ങുകയാണ്. ഇറക്കം കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് വലിയൊരു പാടം നമുക്ക് കാണാം. അതാണ് അവിടെ നമുക്ക് മുകളിൽ നിന്ന് തന്നെ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഒരു ഫീലാണ് കേട്ടോ. നമ്മളാണ്ട് ഇവിടോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പേര് സൈഡിലൊക്കെ നിന്ന് ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. അച്ചൻകോവിൽ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ വഴി ചെങ്കോട്ട വഴിയാണ് പോകുന്നത്. നമ്മൾ തമിഴ്നാട്ടിലിറങ്ങി ആ വഴി നമുക്ക് ചെങ്കോട്ട വഴി, ആര്യങ്കാവ് വഴി നമുക്ക് പോകാം, നമ്മുടെ കേരളത്തിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും ഈ വഴിയാണ് പോകുന്നത്. തിരിച്ച് കുറച്ച് ആൾക്കാരെ നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ ആ ചെറിയൊരു നമുക്ക് പോകാം. എല്ലാവരും തമിഴ്നാട്ടിലാണ്. അപ്പോൾ ബാക്കിലോട്ട് കണ്ടില്ലേ, തമിഴ്നാട് കണ്ടില്ലേ, കാണാനെ കൊണ്ട് കിടക്കുന്നേ ഉള്ളൂ. എന്താ സ്ഥലമോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ
നമുക്ക് കണ്ടുപോകാം. മണ്ടയ്ക്ക് നിന്നാണ് നമ്മൾ ആ പോട്ട് ഇറങ്ങിയത്. അവിടുന്ന് ചുരം ഇങ്ങനെ കയറി വരും. അലിക്കുട്ടിയാണ്ട് എൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് സ്ഥലം കാണുവാണ്. ഇതൊരു പ്രത്യേക വൈബാണ്. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ല കേട്ടോ. താഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ രസം, ഒരു രക്ഷയില്ല. അടിപൊളിയാണ് താഴെ കാണാനൊക്കെ ഉണ്ട്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളപ്പം തമിഴ്നാട്ടിൽ ഇങ്ങനെ നമ്മൾ ഒരു വലിയ ചുരം പോകുന്നുണ്ട്. ആ കാണുന്ന മലയാണ്. അതുകൊണ്ട് ആ കാണുന്ന മലയുടെ മണ്ടയിൽ നിന്ന് നമ്മൾ തമിഴ്നാടിൻ്റെ താഴെ എത്തിയപ്പോൾ നല്ല അടിപൊളി പാടമാണ് കേട്ടോ. ഈ പാടം കാണാനൊക്കെ കൊണ്ട് തന്നെ അടിപൊളിയാണ്, നല്ല രസമാണ്, ഒരു വൈബാണ്. അപ്പം ആ പാടത്തിൻ്റെ തൊട്ട് മുകളിൽ അതുകൊണ്ട് ആ കാണുന്ന അവിടെ ഒരു ഡാമുണ്ട്. വെള്ളമാണ് ഈ കൃഷിപ്പാടത്തെല്ലാം വരുന്ന ആ ഡാമിൽ നിന്നാണ് വെള്ളം വരുന്നത്. അങ്ങ് ദൂരെയാണ്, ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് സന്തോഷമായി. എല്ലാവരും ഇറങ്ങി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുവാണ്. നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഈ വഴി പോകുമ്പോൾ ഇവിടെ ഇറങ്ങുക. പ്രത്യേക വൈബാണ് കേട്ടോ. സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളി സ്ഥലമല്ലേ? വാ, അടിപൊളി സൂപ്പർ അല്ലേ? ചുമ്മാ ഇട്ട് തിരിക്കരുത്. അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെ കാണിച്ച് ഇങ്ങനെ പയ്യെ പോണം. പോയിട്ട് അപ്പോൾ ഇവിടെ കൃഷി സമയമാകുമ്പോഴത്തേന് നമ്മുടെ ഈ പാടത്തേക്കൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ കൊണ്ട് ഒരു വലിയ ഡാമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഡാം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞങ്ങളിവിടെ ഒരാളോട് ചോദിച്ചു പറഞ്ഞു വെള്ളം കുറവാണ്, അതുകൊണ്ടൊന്നും തുറന്നു വിട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഡാമിലാണ് വെള്ളം ഒരുപാട് കെട്ടി നിർത്തിയിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് ഇവർ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വലതുവശത്തും ഇടതുവശത്തും എല്ലാം കൃഷികളാണ് കേട്ടോ. അപ്പോൾ ഈ റോഡിൽ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡാമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ദൂരെ കാണാം നിങ്ങൾക്ക്. ആ കാണുന്നതാണ് ഡാം കേട്ടോ. വലിയൊരു ഡാമാണ് കേട്ടോ. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് വലിയ വലിയ മലകളാണ്. ആ മലയിൽ നിന്നും അരുവികൾ ഇങ്ങനെ വന്ന് ഈ ഡാമിലാണ് വരുന്നത്. ഇവിടെ നിന്ന് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളങ്ങൾ അവർ അഴിച്ചുവിടും. അപ്പോൾ വെള്ളം കുറവാണ് എങ്കിലും നമ്മൾ പോവാണ് കാണാൻ വേണ്ടി. നമുക്ക് അവിടെ ചെന്നുള്ള കാഴ്ചകൾ കാണാം.
അപ്പോൾ ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങളൊന്ന് കയറാൻ ഇതിൻ്റെ മുകളിൽ കയറാനെ കൊണ്ട് നോക്കി, പക്ഷേ വഴികളൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ചൂട് കാരണം നിൽക്കാനും പറ്റില്ല, നല്ല ചൂടാണ്. പക്ഷേ വലിയ കാഴ്ചകളൊന്നുമില്ല, എങ്കിലും ഒരു ഡാമിൻ്റെ ഒരു ചെറിയൊരു അനുഭൂതിയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് തൊട്ട് താഴെ നമ്മുടെ ഒരു പ്രായമായ ഒരു അമ്മച്ചി അവിടെ നാരങ്ങ വെള്ളം അതുപോലെ സർബത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി ഒരു നെല്ലിക്ക അതുപോലെ തന്നെ മാങ്ങ, പൈനാപ്പിൾ ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പൈനാപ്പിളും ഒക്കെ മേടിച്ച് കഴിച്ചു. ഈന്തപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കപ്പിന് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാങ്ങായ മേടിച്ചു, ഈന്തപ്പഴം അച്ചാറുണ്ട് അവിടെ, ഇങ്ങനെ പല പല ഐറ്റങ്ങളുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ അതൊക്കെ കഴിച്ച് കുറച്ച് കാഴ്ചകളൊക്കെ ഷൂട്ടൊക്കെ ചെയ്തു. അവിടെ നിന്ന് ഇനി ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് തിരുമലക്കോവിൽ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയാനൊക്കെ ഉണ്ട്, ഒരു വലിയൊരു പാറയുടെ മുകളിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു വലിയ ഭംഗിയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ കുറേ യാത്രക്കാർ സൈഡിൽ നിൽപ്പുണ്ട്, പോത്തുകളാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ തീറ്റാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ റോഡിലാണ് ഇവർ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാണ്. അതിനിങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, അഴിച്ചിങ്ങനെ വിട്ടേക്കാണ്. അപ്പോൾ അവർ തീറ്റയൊക്കെ കഴിച്ചിട്ട് അവരവരുടെ വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ വലിയ ശല്യമൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ നേരെ സൈഡിൽ കൂടെ യാത്ര മുന്നോട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് തിരുമലക്കോവിലാണ് പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ തമിഴ്നാട് മൊത്തം കാണാമെന്നാണ് പറയുന്നത്. ഏകദേശം നമ്മൾ ആ കോവിലിന് അടുത്തെത്താറായിട്ടുണ്ട്. ഇവിടെ ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പോലീസിൻ്റെ ഒരു സെക്യൂരിറ്റി ഇവിടെ ഉണ്ട്. മുരുകക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നല്ല സേഫ്റ്റിയാണ്, ഇവിടെ പോലീസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഡിവൈഡറൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറി കേട്ടോ. ഇവിടെ എല്ലാം ക്ഷേത്രത്തിൽ വന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. ഓട്ടോറിക്ഷയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇവിടുന്ന് ഓട്ടോ വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോകാമെന്നേ ഉള്ളൂ. 100 രൂപയാണ് അമ്പലത്തിനടുത്ത് ചെല്ലുന്നത്. അമ്പലത്തിനടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് വഴി നമുക്ക് മുകളിലോട്ട് കയറി പോകാം. അതുകൂടാതെ തന്നെ ആ വഴി നമുക്ക് നടന്നും പോവാം എന്നാണ് പറയുന്നത്. വണ്ടിയും പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ വണ്ടി മുകളിലോട്ട് പോകുമെന്ന്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെയാണ് പോകുന്നതെന്നും നമുക്കറിയത്തില്ല. പക്ഷേ മുകളിലോട്ട് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ പളനി പോകുന്നതിൻ്റെ കൂട്ട് തന്നെ അതേ ഒരു ക്ഷേത്രം പോലെ തന്നെയാണ് കേട്ടോ. നേരെ മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരുപാട് ഭക്തർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ വഴി നടന്നു പോകണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുമുണ്ട് കേട്ടോ. അപ്പോൾ നടന്നു പോകുന്നതാണ് ഒന്നുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടികൾ ഒരുപാട് ആ സൈഡിൽ കൂടെ അതിൻ്റെ കവാടത്തിൽ കൂടെ ഒരുപാട് വണ്ടികൾ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും അടുത്തോട്ട് ചെന്നപ്പോൾ ഒരു ബസ് കിടക്കുന്നുണ്ട്. അപ്പം അതിനെ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു ബസ്സാണ് കേട്ടോ. അത് ഇവിടുത്തെ KSRTC ബസ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അടുത്തോട്ട് ചെന്നപ്പോൾ അവിടെ പോലീസുകാർ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ ചോദിച്ചു അകത്തോട്ട് വണ്ടി കയറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡിവൈഡറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പോലീസുകാരോട് ചോദിച്ചു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കയറി പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 20 രൂപയാണ് പാസ്. നമ്മുടെ വണ്ടിക്ക് ആ ഒരു പാസ് കൊടുക്കണം. 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിൽ കൂടെ അമ്പലത്തിന് മുകളിൽ ചെല്ലാം കേട്ടോ. അപ്പം ഞങ്ങളും 20 രൂപ കൊടുത്തു. ഞങ്ങൾ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി കേട്ടോ. മുന്നോട്ട് പോകുമ്പോൾ മൊത്തം പാറയാണ് കേട്ടോ. അപ്പം നമ്മുടെ വലത്ത് സൈഡ് മൊത്തം പാറയാണ്. പക്ഷെ മുകളിലോട്ട് നോക്കിയപ്പോൾ അമ്പലത്തിൻ്റെ മോൾഭാഗം ജസ്റ്റ് നമുക്കൊന്ന് കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങി. യാത്ര പോകും തോറും നമ്മുടെ വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും കാഴ്ചകൾ ഒരുപാടുകളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മുകളിലോട്ട് ചെല്ലും തോറും നല്ല നല്ല സ്ഥലങ്ങളും നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണാൻ കേട്ടോ. പക്ഷേ ഇത് നമ്മൾ എന്താ പറയുക, ഈ ഒരു ചുരം പോലെയാണ് കേട്ടോ. ഇങ്ങനെ ചുറ്റിയാണ് കയറുന്നത്. ഏകദേശം നമ്മൾ ഒരു മധ്യഭാഗത്ത് എത്തിയപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ തന്നെ എന്താ രസം. ഒരുപാട് കൃഷി സ്ഥലങ്ങളും അതുപോലെ തന്നെ നല്ല പാടങ്ങളും എന്താ പറയുക തെങ്ങൻ തോപ്പുകളെ അതുപോലെ മാവൻ തോപ്പുകളെ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കാണാൻ കിട്ടും. പക്ഷെ പാറ വെട്ടി തുരന്നാണ് ഈ റോഡ് പണിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിന് മുകളിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത്ഭുതം തന്നെയാണ്. ഇത്രയും വലിയൊരു പാറ തുരന്ന് മുകളിലോട്ട് റോഡുമൊക്കെ പണിഞ്ഞ്
എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. ഞാൻ എന്തായാലും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒന്നും പറയണ്ട, അടിപൊളിയാണ്. ഒരു പ്രത്യേക ഫീലാണ്. മുകളിലോട്ട് പോകും തോറും നല്ല രസമാണ് കാണാനും. ആകാശത്തിൻ്റെയൊക്കെ ഒരു ഭംഗിയും, അതുപോലെ തന്നെ നല്ല വളവുണ്ട് കേട്ടോ. വളവൊക്കെ നമ്മൾ സൂക്ഷിച്ച് കയറി പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ ഓടും വരുന്നതാണ്. അതുപോലെ ട്രിപ്പ് അടിക്കുന്നുണ്ട് ബസ്സുകൾ, ചെറിയ മിനി ബസ്സുകളുണ്ട്. നമ്മൾ നടന്ന് മുകളിൽ കയറി കഴിഞ്ഞ് തിരിച്ചിറങ്ങാനൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടുന്ന് ട്രിപ്പ് അടിക്കുന്നുണ്ട് ബസ്. താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോ വിളിച്ച് പോകാം. അപ്പോൾ എനിക്ക് തോന്നുന്ന ബസ്സിന് 20 രൂപയാണ് അവിടെ താഴെ ആരും പറയുന്നത് കേട്ടു. ബസ്സിന് ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ. എങ്കിലും നല്ല രസമാണ്. അതുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു അടിപൊളിയാണ് കാണാനായിട്ട് കൊണ്ട് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അമ്പലത്തിനുള്ളിലൊക്കെ കയറി തൊഴുത് ഇറങ്ങി കേട്ടോ. പക്ഷെ അമ്പലത്തിനുള്ളിൽ നമുക്ക് ക്യാമറയോ കാര്യങ്ങളോ ഫോട്ടോസും ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സെക്യൂരിറ്റി പ്രത്യേകിച്ച് പറഞ്ഞ ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിനുള്ളിലെ കാര്യങ്ങളൊന്നും എടുത്തില്ല. പക്ഷെ ഇതിനേക്കാളും വലിയൊരു അത്ഭുതം എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇതിന് മുകളിൽ വലിയൊരു കുളമുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കുളം. പക്ഷേ ഈ കുളത്തിൽ ഒരുപാട് വെള്ളമുണ്ട്. ഇത്രയും ചൂട് സമയത്തും ഇതിനകത്ത് വെള്ളം ഉണ്ട്. ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒന്നും കൂടുതലൊന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും ഇതൊരു അത്ഭുതകരമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ഗണപതി ഇരിപ്പുണ്ട് കേട്ടോ. ആ ഗണപതിയെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ മുകളിലോട്ട് കാണണം. അതിന് മുകളിൽ കയറിയാലും നമുക്ക് ഈ തമിഴ്നാട് മൊത്തം കാണാൻ പറ്റും. എല്ലാം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. കാണാൻ തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു ക്ഷേത്രം കാണുന്നത്. പല ക്ഷേത്രങ്ങളും കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു വെറൈറ്റി ക്ഷേത്രം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ തൊഴുതു, എല്ലാം ഇറങ്ങി. അപ്പോൾ ചേട്ടന് കയറാൻ പറ്റില്ല, ചേട്ടൻ പെരുമുട ഇട്ടത് കൊണ്ട് ചേട്ടന് കയറാൻ പറ്റില്ല. ഞങ്ങൾ 4 പേരും കയറി കണ്ടു, തൊഴുതു, ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ തിരിച്ച് നമ്മൾ ചെങ്കോട്ട വഴി നമ്മുടെ കേരളത്തിലോട്ട് പോവാണ്, നമ്മുടെ നാട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വണ്ടിയിലൊക്കെ കയറി നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് പോവാണ്.
ഒരുപാട് കാഴ്ചകളും ഒക്കെ എടുക്കണമെന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സമയം വളരെയധികം അങ്ങ് ഓടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസത്തെ ട്രിപ്പിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂടുതലൊന്നും കരുതിക്കൂട്ടി വന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ട്രാവലിംഗ് വ്ലോഗാണ് എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചും കേരളത്തിലേക്ക് പോകുന്നു. ഓക്കെ, ബൈ, സീ യു.